സ്വതക്കകൾ ഇങ്ങനെ നൽകുമായിരുന്നു. പാവങ്ങൾക്ക് എന്നും അത്താണിയായിരുന്നു ആ യുവതി. പാവങ്ങൾക്ക് ഭക്ഷണമുണ്ടാക്കി എന്നും വിതരണം ചെയ്യും. ആ യുവതിയാണ് ഖദീജ ബിൻത് ഖുവൈലിദ്. സ്നേഹത്തിൻ കടലാണല്ലോ ബീവി ഖദീജുമ്മ, ത്യാഗങ്ങളേറെ സഹിച്ചു ബീവി ഖദീജുമ്മ. സ്നേഹത്തിൻ കടലാണല്ലോ ബീവി ഖദീജുമ്മ, ത്യാഗങ്ങളേറെ സഹിച്ചു ബീവി ഖദീജുമ്മ. അലകടലായി പതയും മക്ക മണ്ണിൻ ചാരത്താൽ, സ്നേഹത്തിൻ പൂങ്കാവനമോ ബീവി ഖദീജുമ്മ. അലകടലായി പതയും മക്ക മണ്ണിൻ ചാരത്താൽ, സ്നേഹത്തിൻ പൂങ്കാവനമോ ബീവി ഖദീജുമ്മ. മക്ക എന്നും സമ്പുഷ്ടമായ നാട്, കച്ചവടം കൊണ്ട് അറിയപ്പെട്ടിരുന്ന നാട്. എത്രത്തോളം എന്ന് വെച്ചാൽ എല്ലാവരും കച്ചവടത്തിനായി സിറിയയിലേക്കും ഷാമിലേക്കും യാത്രയാകുന്ന നിമിഷങ്ങൾ. മാത്രമല്ല അവർ കച്ചവടത്തിനായി ചില സത്യസന്ധന്മാരായ ആളുകളെ ഏൽപ്പിച്ചിരുന്നു. അങ്ങനെ മക്കയിൽ അറിയപ്പെട്ടിരുന്ന അൽ അമീനായ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പല സമ്പുഷ്ടരായ സമ്പന്നരായ പല കച്ചവടക്കാരും സമീപിച്ചിരുന്നു. അങ്ങനെ ഇരിക്കെ ഒരു നാൾ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മക്കയിലെ അതിസമ്പന്നമായ കുടുംബമായ ഖദീജ ബിൻത് ഖുവൈലിദിന്റെ കുടുംബത്തിൽ നിന്ന് ഒരു സമീപനം ഉണ്ടാവുകയാണ്. തങ്ങളുടെ സിറിയയിലേക്കുള്ള യാത്ര, ആ ഒരു കച്ചവട സംഘത്തിലെ നേതൃസ്ഥാനം തങ്ങൾ ഏറ്റെടുക്കണമെന്നതായിരുന്നു ആ ഒരു അഭ്യർത്ഥന. തങ്ങൾ നിഷ്പ്രയാസം ആ ഒരു അഭ്യർത്ഥന സ്വീകരിക്കുകയാണ്. അങ്ങനെ അവർ സിറിയയിലേക്ക് യാത്രയാവുകയാണ്. മാത്രമല്ല ആ സിറിയയുടെ യാത്രയിൽ തങ്ങൾ വിശ്രമിക്കാനായി ഒരു വൃക്ഷത്തിന്റെ അടിയിൽ ഹബീബായ തങ്ങൾ ഇങ്ങനെ ഉറങ്ങുന്ന സമയത്ത് ആ ഒരു വൃക്ഷത്തിൻ്റെ അടുത്ത് ഒരു ക്രിസ്ത്യാനി മഠമുണ്ടായിരുന്നു. ആ മഠത്തിൽ നിന്ന് ഒരു ക്രിസ്ത്യാനിയായ പുരോഹിതൻ ഇറങ്ങി വന്നുകൊണ്ട് തൻ്റെ ഖദീജ ബീവിയുടെ ഒരു പരിചാരികയായ മൈസർ എന്ന് പറയുന്ന ആ മനുഷ്യനോട് ആ ഒരു ക്രിസ്ത്യാനിയായ യുവാവ് ചോദിക്കുകയാണ്, ഈ മനുഷ്യൻ ആരാണ്? അവൾ പറഞ്ഞു, ഇത് മക്കയിലെ സമ്പന്നമായ അല്ലെങ്കിൽ മക്കയിലെ കഅബയുടെ താക്കോൽ ധാരികളായ ഖുറൈശി കുടുംബത്തിലെ ഒരു പയ്യനാണ്. അല്ല, ഇത് പ്രവാചകനാണ്. അറബിലും നജമേ കനവിലും ഒളിവേ, ഹാഷിമാം വംശത്തിലായുദിത്തനൂറേ, അതരാം അബൂ ത്വാലിബോരെടുത്ത ഹൈറേ. പരിശുദ്ധ ഖുറൈശിയിൽ പൂജാതനായി നബിയുള്ള, പരിശുദ്ധ മക്കയിലായി വളർന്നുവല്ലോ, ഏറ്റം ഉടയോന്റെ ഇബാദത്തിൽ മുഴുകിയല്ലോ. അറബിലും നജ്മേ കനവിലും ഒളിവേ, ഹാഷിമാം വംശത്തിലായി ഉദിച്ച നൂറേ, ആദരാം അബൂ ത്വാലിബോരെടുത്ത ഖൈറേ. ആ ഒരു കുടുംബം. അങ്ങനെ അവർ സിറിയയിലേക്ക് യാത്ര തിരിക്കുകയാണ്. വളരെ സമ്പുഷ്ടമായ അല്ലെങ്കിൽ വളരെ സമാധാനത്തോടുള്ള യാത്ര. ആ യാത്രയിൽ പല അത്ഭുതങ്ങളും മൈസറ അവിടുന്ന് വ്യക്തമാവുകയാണ്. യാത്ര മധ്യേ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുകളിൽ ഈ കാർമേഘങ്ങൾ തണല് വീശുന്നതും തുടങ്ങിയ കുറേ അത്ഭുതങ്ങൾ മൈസർ അവിടുന്ന് കാണുകയാണ്. ആ കച്ചവടം വളരെ സന്തോഷകരമായിട്ട് വളരെ ലാഭകരമായിട്ട് അവിടുന്ന് പൂർത്തിയാക്കുകയാണ്. അങ്ങനെ ആ കച്ചവടം കഴിഞ്ഞ് അവർ മക്കയിലേക്ക് നീങ്ങി. അങ്ങനെ മക്കയിലെത്തി തൻ്റെ യജമാനയായ ഖദീജ ബിൻത് ഖുവൈലിദിനോട് തൻ്റെ അത്ഭുതകരമായ കാഴ്ചകൾ മൈസറ വ്യക്തമാക്കുകയാണ്. അങ്ങനെ മൈസറ ഖദീജ ബിൻത് ഖുവൈലിദ് ആ ഒരു ഹബീബായ തങ്ങളെ കൊതിക്കുകയാണ്. ഖദീജ റളിയല്ലാഹു അൻഹു നബി തങ്ങളെ വിവാഹം കഴിക്കുവാൻ ഉദ്ദേശിക്കുകയാണ്. അങ്ങനെയാണ് തൻ്റെ സുഹൃത്തായ നുഫൈസയുമായി ഖുറൈശി കുടുംബത്തിലേക്ക് പറഞ്ഞയക്കുന്നത്. നുഫൈസ ആ ഖുറൈശി കുടുംബത്തിലേക്ക് പോവുകയും അങ്ങനെ ആ വിവാഹത്തിനുള്ള കാര്യങ്ങളൊക്കെ ഏർപ്പാട് ചെയ്യുകയും ചെയ്തു. സുന്ദര നാളല്ലേ, ആശപൂവണിയും ദിനമല്ലേ, മാരനാം തിരുനൂർ
നൂറുള്ള മഹദിയാം ഖദീജ ഉമ്മ ആനന്ദത്തോടെയെന്ന് പരിമളം പാടിയല്ലോ ആവേശത്തോടെയെന്ന് പരിണയം തുടങ്ങിയല്ലോ സുന്ദര നാളല്ലേ ആശപൂവണിയും ദിനമല്ലേ മാരനാം തിരുനൂറുള്ള മഹദിയാം ഖദീജ ബീവി ആനന്ദത്തോടെയെന്ന് പരിണയം തുടങ്ങിയല്ലോ ആവേശത്തോടെയെന്ന് മംഗളം പാടിയല്ലോ. അങ്ങനെ ആ ദാമ്പത്യ ജീവിതം തുടങ്ങുകയാണ്. വളരെ സ്നേഹത്തോടുകൂടിയും ലാളനയോടുകൂടിയുമുള്ള ആ ദാമ്പത്യ ജീവിതം. എന്നാൽ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കഅബയുടെ അടുത്തേക്ക് നടന്നു നീങ്ങുമ്പോൾ ചില പ്രമാണികളായ ആളുകൾ അവിടേക്ക് വന്നുകൊണ്ട് ഹബീബിനോട് പറയാണ്, എന്താണ് ഹബീബേ, തങ്ങളുടെ ഭാര്യ ഒരു സമ്പന്നയായ സ്ത്രീ, തങ്ങളാണെങ്കിൽ 5 കായ്ക്ക് വിലയില്ലാത്ത ഒരാളും. അങ്ങനെ ഹബീബായ തങ്ങൾ ആ ഒരു വേദന മനസ്സിൽ കണ്ടുകൊണ്ട്, മനസ്സിൽ ഇങ്ങനെ ഓർത്തുകൊണ്ട് തൻ്റെ വീട്ടിലേക്ക് നടന്നു നീങ്ങുകയാണ്. വീട്ടിലെത്തിയപ്പോൾ ഖദീജ ബീവി മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഖം എന്നും പ്രസന്നമായതുകൊണ്ട് തന്നെ ആ ദിവസത്തിൽ എന്തോ ഒരു പോരായ്മ ഉള്ളതുപോലെ തോന്നിയപ്പോൾ ഖദീജ ബീവി ചോദിക്കുകയാണ്, എന്താണ് നബിയെ പറ്റിയത്? ഖദീജ ബീവി മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നടന്ന കാര്യങ്ങൾ അവിടെ വ്യക്തമാക്കുകയാണ്. അങ്ങനെ ഖദീജ ബീവി മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായി മക്കയിലേക്ക് പോവുകയും കഅബയുടെ അടുത്ത് നിന്ന് തൻ്റെ സമ്പത്തെല്ലാം ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ദാനം ചെയ്യുകയാണ്. തൻ്റെ സമ്പത്തെല്ലാം ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നൽകുകയാണ്. അങ്ങനെ ആ ഒരു ജീവിതം മുന്നോട്ട് പോയി. തുടർന്നുള്ള ദിവസങ്ങളൊക്കെ വളരെ ത്യാഗപൂർണമായ ദിവസങ്ങളായിരുന്നു. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഏകാന്തവാസത്തിനായി ഹിറാ ഗുഹയിലേക്ക് നടന്നിയ ദിവസം. എന്നാൽ തൻ്റെ ഭർത്താവിന് വേണ്ടി ആ 50-ാം വയസ്സിലും ഖദീജ റളിയല്ലാഹു അൻഹ ആ ഒരു മലകൾ താണ്ടിക്കൊണ്ട് ഹിറാ ഗുഹയിലേക്ക് ഭക്ഷണവുമായി പോയിക്കൊണ്ടിരുന്നു. ഇതാണ് മക്കളെ ഒരു ജീവിതം എന്ന് പറയുന്നത്. ഇത്രത്തോളം അവരുടെ ജീവിതം വളരെ സമ്പുഷ്ടമായിരുന്നു. അങ്ങനെ ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു ദിവസം പാഞ്ഞ് കിതച്ചുകൊണ്ട് ഓടി വരികയാണ്. ഖദീജ ബീവി ചോദിച്ചു, എന്താണ് നബിയെ തങ്ങൾക്ക് പറ്റിയത്? അല്ലാന്റെ ദൂതുമായി ജിബ്രീല് വന്നൊന്ന് ഇഖ്റ ബിസ്മി ഒന്ന് ഓദിച്ചു എന്നോട്. തനിച്ചത് ഞാനല്ലേ ഓരേ റായില് ഭയന്ന് പോയി, ഞാന് കിതച്ച് പോയി, ഭയന്ന് പോയി, ഞാന് കിതച്ച് പോയി, എന്നിൽ അർപ്പിതമായി. തുടർന്നുള്ള ദിവസങ്ങൾ വളരെ ത്യാഗപൂർണമായ ദിവസങ്ങൾ. എത്രത്തോളം എന്ന് വെച്ചാൽ ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ആദ്യമൊക്കെ ഒരു രഹസ്യമായ പ്രബോധനമായിരുന്നെങ്കിലും പിന്നീട് അള്ളാഹുവിൻ്റെ നിർബന്ധപ്രകാരം ആ ഒരു പ്രബോധനം പരസ്യമാക്കുകയാണ്. ഹബീബായ തങ്ങൾ കുറേ കല്ലേറുകളും കുറേ കളിയാക്കലുകളും അവിടുന്ന് അനുഭവിക്കുകയാണ്. അങ്ങനെ ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ ത്യാഗങ്ങളൊക്കെ ഏറ്റുവന്ന് തൻ്റെ വീട്ടിലേക്ക് വരുമ്പോൾ അവിടുന്ന് ഒരു ആശ്വാസത്തിൻ്റെ വാക്ക് ആകെ കിട്ടിയിരുന്നത് ഖദീജ ബീവിയിൽ നിന്ന് മാത്രമായിരുന്നു. അങ്ങനെ ആ ഖുറൈശികളൊക്കെ ഹബീബായ തങ്ങളെയും ഖദീജ ബീവിയുടെയും അവരുടെ കുടുംബത്തെയും ഒരു ഭക്ഷണമില്ലാതെ പട്ടിണിക്കിടുകയാണ്. ആ ദിവസങ്ങൾ വളരെ ത്യാഗപൂർണമായ ദിവസങ്ങളായിരുന്നു. എത്രത്തോളം എന്ന് വെച്ചാൽ അവർക്ക് തിന്നാൻ പോലും ഭക്ഷണം പോലും കൊടുക്കാതെ അവർ പച്ചില ഭക്ഷിക്കുന്ന നിമിഷങ്ങൾ ഇത് വളരെ വ്യക്തമാണ്. നബി തങ്ങളെ തണലാണുമ്മ, പൂങ്കുടിലിൽ നിഴലാണുമ്മ, ത്യാഗങ്ങളേറെ സഹിച്ചു, സുഖജീവിതമാകെ വെടിഞ്ഞു. നബി തങ്ങളെ തണലാണുമ്മ, പൂങ്കുടിലിൽ നിഴലാണുമ്മ, ത്യാഗങ്ങളേറെ സഹിച്ചു, സുഖജീവിതമാകെ വെടിഞ്ഞു. ഇത്തരത്തിലുള്ള ഒരു ദാമ്പത്യ ജീവിതം ഇത് എല്ലാവർക്കും മാതൃകയാക്കി എടുക്കേണ്ട ഒരു ദാമ്പത്യ ജീവിതമാണ്. ഇന്ന് കണ്ടുവരുന്ന സമകാലിക ലോകത്ത് കണ്ടുവരുന്ന ഓരോ ദാമ്പത്യ പ്രശ്നങ്ങൾ, ആ പ്രശ്നങ്ങൾക്കൊക്കെ ഇസ്ലാം നൽകുന്ന സന്ദേശം വളരെ വലുതാണ്. ഇന്ന് സ്ത്രീകൾക്ക് പുരുഷന്മാരുടെ അത്ര സമത്വം വേണമെന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്ന ഫെമിനിസ്റ്റ് വാദികൾ
ഉലസിക്കൊണ്ടിരിക്കുന്ന നാട്. എത്രത്തോളം എന്ന് വെച്ചാൽ സ്ത്രീകൾക്ക് പുരുഷന്മാരത്രേ ഒരു സമത്വവും ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇസ്ലാമിനെ തെറിവിളികൾക്കും മറ്റും അഭിഷേക പ്രവർത്തനങ്ങൾക്കും വിട്ടുകൊടുക്കുന്ന ആളുകൾ, മുസ്ലിം നാമകാരികളാണെങ്കിലും മറ്റ് ആശയങ്ങളിൽ മുൻനിർത്തിക്കൊണ്ട് അവർ സംസാരിക്കുന്നു. എന്നാൽ ഇതിൽ നിന്നൊക്കെ ഇസ്ലാം മതം വളരെ സമത്വത്തോടു കൂടിയുള്ള മതമാണ്. കേൾക്ക് മക്കളെ വിളിയൊന്ന്, ദീനിൽ പറയണ വിളിയൊന്ന്, സത്യമതത്തെ എതിർത്തുകൊണ്ട് മുന്നിൽ വന്ന്. ഇപ്പോൾ സത്യമതത്തിനെതിരിൽ വൻപട വരുമൊരുക്കുന്നേ. കേൾക്ക് മക്കളെ വിളിയൊന്ന്, സത്യമതത്തിൻ വിളിയൊന്ന്, സത്യമതത്തെ എതിർത്തുകൊണ്ട് മുന്നിൽ വന്ന്. ഇപ്പോൾ സത്യമതത്തിൻ വൻപട വരുമൊരുക്കുന്നേ. അല്ലേ കൂട്ടരെ നിങ്ങളറിഞ്ഞോ ഇസ്ലാം എന്തെന്ന്? സമത്വമുള്ളൊരു മതമാണല്ലോ ഇസ്ലാം എന്നത്. അല്ലേ കൂട്ടരെ നിങ്ങളറിഞ്ഞോ ഇസ്ലാം എന്തെന്ന്? സമത്വമുള്ളൊരു മതമാണല്ലോ ഇസ്ലാം എന്നത്. കേൾക്ക് മക്കളെ വിളിയൊന്ന്, ദീനിൽ പറയുന്ന വിളിയൊന്ന്, സത്യമതത്തെ എതിർത്തുകൊണ്ട് മുന്നിൽ വന്ന്. ഇപ്പോൾ സത്യമതത്തിനെതിരിൽ വൻപട വരുമൊരുക്കുന്നേ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.